2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ഇന്ന് കേരളത്തിൽ എത്തും. സ്ഥാനമേറ്റെടുത്ത ശേഷം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ആദ്യ കേരള സന്ദർശനമാണ്. വിവിധ പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, എപ്പോഴാണ് ഉപരാഷ്ട്രപതി തലസ്ഥാനത്ത് എത്തുക? അവിടെ നിന്നാകുമല്ലോ കൊല്ലത്തേക്ക് പോകുന്നത്. തീർച്ചയായും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൊല്ലം ഫാത്തിമ മാതാ കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായാണ് രാഷ്ട്രപതി എത്തുന്നത്. പ്രധാനമായും ഈ അക്കാദമിക് സേവന രംഗത്തെ 75 വർഷം ആഘോഷിക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി KN ബാലഗോപാൽ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. 2 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ. തുടർന്ന് 2:30 കൂടി കൊല്ലത്തേക്ക് എത്തുമെന്ന ഒരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഉപരാഷ്ട്രപതി രാജ്യത്തെ എല്ലാ കയർ കയറ്റുമതി അസോസിയേഷനുകളുമായി കൂടിക്കാഴ്ച നടത്തും എന്നൊരു വിവരം കൂടി നമുക്ക് നിലവിൽ ലഭ്യമാകുന്നു കൃഷ്ണരാജ്. അതോടൊപ്പം തന്നെ ഈ കൊല്ലം ജില്ലയിലെ ഇതിന്റെ ഭാഗമായി നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ്. കൂടാതെ നാളെ തിരുവനന്തപുരത്ത് പ്രത്യേക പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പരിപാടി എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി സന്ദർശിക്കും എന്നത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ശാസ്ത്ര സാങ്കേതിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമാണിത്. അവിടെയും രാഷ്ട്രപതി സന്ദർശിക്കും എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുക കൃഷ്ണരാജ്. ദിസ്ന, എന്തൊക്കെയാണ് പ്രധാന പരിപാടികൾ ഒന്നുകൂടി? പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് രാഷ്ട്രപതി പ്രധാനമായും കൊല്ലം ഫാത്തിമ മാതാ കോളേജിൻ്റെ വജ്ര ജൂബിലി ആഘോഷത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 75 വർഷം ആഘോഷിക്കുന്ന ചടങ്ങിലാണ് ഈ രാഷ്ട്രപതി പങ്കെടുക്കുന്നത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തുടങ്ങിയ പ്രശസ്തരും പ്രമുഖരുമായ നിരവധി വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെയാണ്. അതിനുശേഷം രാജ്യത്തെ എല്ലാ കയർ കയറ്റുമതി അസോസിയേഷനുകളെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന സംഘടനയായ FICEയുടെ സിഇയുമായി കൂടിക്കാഴ്ച നടത്തും എന്നൊരു വിവരം കൂടി നമുക്ക് നിലവിൽ ലഭ്യമാകുന്നു. നാളെയാണ് തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി സന്ദർശിക്കുന്നത്. അത്തരത്തിൽ കൊല്ലത്ത് 2 പരിപാടികളാണ് ഉള്ളത് എന്നത് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും, 2:30 കൊല്ലത്ത് എത്തും എന്നത് തന്നെയാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃഷ്ണരാജ്. ശരി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തലസ്ഥാനത്ത് എത്തുകയാണ്. പദവി ഏറ്റെടുത്ത ശേഷം ആദ്യ സംസ്ഥാന സന്ദർശനമാണ്. വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.